ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഷാൻവി വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെറിയൊരു വീഡിയോ ആണ് ചെയ്യുന്നത്. നമ്മുടെ അടുത്തുള്ള ഫേണിൻ്റെ കളക്ഷൻസ് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഫേൺ എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലൊക്കെ എല്ലാവരെയും പറമ്പിലും കണ്ടത്തിലൊക്കെ ഉണ്ടാകുന്ന പന്നൽ ചെടിയാണ്. അപ്പോൾ അത് പല വെറൈറ്റി വിഭാഗത്തിൽ പെടുന്നുണ്ട്. അതുപോലെ തന്നെ സിൽവർ ഫേൺ ഉണ്ട്, സാധാരണ ഫേൺ ചെടികളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ അടുത്ത് കുറച്ച് വെറൈറ്റി ആയിട്ട് 1-2 വെറൈറ്റി ഉണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ കുറച്ച് പോട്ടിലാക്കിയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. പണ്ട് നമ്മുടെ പാടത്തും പറമ്പിലും അതുപോലെ തന്നെ കിണറിൻ്റെ കല്ലുമ്മലും ഒക്കെ കണ്ടുവരുന്ന ചെടിയാണ്. നല്ല രീതിയിൽ മോയിസ്റ്റ് ആഗ്രഹിക്കുന്ന ഒരു ചെടിയാണ് ഈ ഫേൺ ചെടികൾ എന്ന് പറയുകയാണെങ്കിൽ. ഇതുപോലെ പോട്ടിലാക്കിയിട്ട് ഹാങ്ങിങ് ഒക്കെ ആയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയാണ്. ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ ഒരു വെറൈറ്റി എന്ന് പറയുന്നത് നല്ല നീണ്ട ലീഫുകളൊക്കെ വരുന്നതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ലീഫ് ശ്രദ്ധിച്ചാൽ അറിയാം, നല്ല അടുക്കടുക്കായിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് നമ്മളൊരു പോട്ടിലാക്കി വെച്ച് കൊടുത്തിട്ട് അതൊരു ഹാങ്ങിങ് മോഡൽ സെറ്റ് ചെയ്തതാണ്. ഇത് രണ്ടാമത്തെ വെറൈറ്റിയാണ്. ഇത് അധികം നമ്മൾ കിണറിൻ്റെ കല്ലുമ്മലൊക്കെ കാണാൻ പണ്ട് മുതലേ എല്ലാവർക്കും അറിയുന്ന ഒരു ചെടിയാണ്. ഇപ്പോഴത്തെ കാലത്ത് ട്രെൻഡിങ് ആയിട്ട് ഹാങ്ങിങ് ആയിട്ടും നമുക്ക് പോട്ടിലൊക്കെ ആയിട്ട് വെച്ച് കൊടുക്കുന്നതെന്ന് മാത്രം. വളരെ എളുപ്പത്തിൽ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് ഈ ഫേൺ ചെടികൾ എന്ന് പറയുന്നത്. ഈ ഒരു ടൈപ്പ് എന്ന് പറയുന്നത് ബോസ്റ്റൺ ഫേൺ ആണ്. ഇതിന് പെട്ടെന്ന് തന്നെ തൈകൾ ഉണ്ടാകുന്നതാണ്. നമ്മളിപ്പോൾ ഈ ഒരു ഭാഗം നോക്കിയാൽ തന്നെ മനസ്സിലാവും. ഇത് കണ്ടില്ലേ, ഇതൊക്കെ നമുക്ക് തൈ ആയിട്ട് എടുത്തിട്ട് സെപ്പറേറ്റ് ചെയ്ത് കുഴിച്ചിടാവുന്നതേ ഉള്ളൂ. ഇത് വേറൊരു വെറൈറ്റിയാണ്, സിൽവർ ഫേൺ ആണ്. അപ്പോൾ ഇതൊരു മോയിസ്റ്റ് ആഗ്രഹിക്കുന്ന ചെടിയാണെങ്കിൽ ഒരു ഇൻഡയറക്റ്റ് ആയിട്ടുള്ള സൺലൈറ്റ് കിട്ടിയാലേ ഉള്ളൂ ഈ ചെടിയുടെ കളർ വേരിയേഷൻസും അതുപോലെ തന്നെ അതുപോലെ ബുഷി ആയിട്ടൊക്കെ വളരുള്ളൂ. അപ്പോൾ നമ്മൾ ഹാങ്ങിങ് ആയിട്ട് സൺഷെയ്ഡിൽ വെച്ചുകൊണ്ട് തന്നെ പാർഷ്യലായിട്ട് ഇതിനൊരു വെയിൽ കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ചെടികളൊക്കെ ഇത്ര ബൾക്കായിട്ടും അതുപോലെ തന്നെ ഒരുപാട് തൈകൾ ഉണ്ടാവുന്നതും. അപ്പോൾ ഇതിൻ്റെ പ്രൊപ്പഗേഷൻ സിമ്പിളാണ്. തൈ കുഴിച്ചിട്ടിട്ട് നമുക്ക് എളുപ്പത്തിൽ വളർത്തിയെടുക്കാവുന്നേ. പിന്നെ ഇതിൻ്റെ പോട്ടി മിക്സ് ഒക്കെ പറയുകയാണെങ്കിൽ ഒരുപാട് പോട്ടി മിക്സ് ഒന്നും വേണ്ട. ഏത് ഇതിലും നമുക്ക് തഴച്ച് വളരുന്നൊരു ചെടിയാണ്. മെയിനായിട്ട് നമ്മൾ നല്ല വെയിലത്തൊക്കെ ആണെങ്കിൽ ചെടി പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. ഒരു മോയിസ്റ്റ് അതുപോലെ തന്നെ പാർഷ്യലായിട്ടുള്ള വെയിലൊക്കെയാണ് ഈ ചെടികൾക്ക് ഏറ്റവും ഉത്തമമെന്ന് പറയുന്നത്. ഹാങ്ങിങ് അല്ലാതെ തന്നെ മതിലിൽ പറ്റിപ്പിടിച്ച് വളർത്താം. അതുപോലെ തന്നെ ഇതുപോലെ പോട്ടിൽ വെച്ച് കൊടുക്കാം. ഇത് നമ്മൾ പോട്ടിൽ വെച്ച് കൊടുത്തിട്ടുള്ളൊരു സിൽവർ ഫേൺ ആണ്. ഇത് നല്ലൊരു ഓഫ് വൈറ്റ്, ഒരു വൈറ്റ് ഷെയ്ഡിൽ ഗ്രീനും മിക്സ് ചെയ്തിട്ടാണ് ഇത് വരുന്നത്. ഇപ്പോൾ നമ്മൾ വേറൊരു ഭാഗത്ത് വെച്ചിട്ടുള്ള കുറച്ച് സിൽവർ ഫേൺ തന്നെയാണ്. ഇപ്പോൾ മഴക്കാലം ആയതുകൊണ്ട് തന്നെ നമുക്ക് മതിലിലൊക്കെ കാണാം. ഇതൊക്കെ നമ്മൾ വെച്ച് കൊടുക്കാതെ തന്നെ ഉണ്ടായിട്ടുള്ള ഫേൺ ചെടികളാണ്. ഇതൊക്കെ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവും. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചെന്ന് മാത്രം. ഇതിപ്പോൾ മഴക്കാലമായിട്ട് ഉണ്ടാകുന്ന വെറൈറ്റി ആയിട്ടുള്ള ടൈപ്പുകളാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഫേൺ ചെടിയുടെ വിശേഷങ്ങൾ. പീസ് എടുത്തിട്ട് നമുക്ക് ചെറിയ പോട്ടിലൊക്കെ ആക്കി വെച്ച് കൊടുത്തിട്ടാണ് നമ്മൾ തൈകൾ പ്രൊപ്പഗേറ്റ് ചെയ്ത് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഹാങ്ങിങ് പോട്ടുകൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. വളരെ എളുപ്പത്തിൽ അതുപോലെ വില കുറവിൽ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. നമ്മുടെ വീഡിയോനൊരു നല്ല എലഗൻറ്റ് ലുക്കൊക്കെ കിട്ടാൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമ്മുടെ ഈ ചെറിയ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വെറൈറ്റി വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും